ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 5 മിനിറ്റ് തയ്യാറാക്കാൻ പറ്റിയൊരു മീൻകറി ആയാലോ. പൊതുവേ എനിക്ക് മീൻകറി കൂട്ടി ചോറ് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ പലപ്പോഴും മീൻകറി ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. എന്നാൽ മീൻകറി കൂട്ടി ചോറ് കഴിക്കുകയും ചെയ്യണം. അപ്പോൾ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു തന്നെയാണ് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി. അതാണ് നിങ്ങൾക്കിന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണേ. നമുക്ക് ഏത് മീനിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ അയല മീനിലാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കുടംപുളി. പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം കാശ്മീരി എടുത്ത് നരച്ചെടുക്കണം. ഞാൻ അല്പം കാശ്മീരി കൂടി ചേർക്കുന്നുണ്ട്. കാശ്മീരി വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് കറിയൊക്കെ ഒന്ന് ചുമന്നിരിക്കണം. അതിനുവേണ്ടി കുറച്ച് കാശ്മീരി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയും പൊടിയും എല്ലാം കൂടി നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കണം. എന്നാലേ നമ്മുടെ തക്കാളി ഒന്ന് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ. ഇനി അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഏത് പാത്രത്തിലാണോ മീൻകറി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ അരച്ചെടുത്ത പാത്രത്തിലോട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി 2 കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള നല്ല പുളിയുള്ളൊരു പുളിയാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റിൽ ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ തിളച്ച് വന്നതിലേക്ക് നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 8 മിനിറ്റ് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മീനൊക്കെ വല്ലാതെ പൊടിഞ്ഞു പോകും. ഇനി ഒരു ചട്ടി വെച്ച് കുറച്ച് ചുമന്നുള്ളി, നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറായ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻകറി വേഗം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറി ഇത്. ഏത് മീനും ചെയ്തെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. താങ്ക് യു.